ഹലോ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. നീ സൗദിയ പോകുന്നുണ്ടടാ? ആ പോകുന്നുണ്ടോ? ആ ആ എനിക്ക് ഒരു സാധനം കൊടുക്കണം എൻ്റെ മരുവക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് വരും കേട്ടോ. പയ്യവിടെ കൊടുക്കണം. ഓക്കെ. അത് കുഴപ്പമില്ല. നമുക്ക് നോക്കാം, കുഴപ്പമില്ല. ഓൾറെഡി വെയിറ്റ് കൂടുതലാണല്ലേ. എന്താ പ്രശ്നം? ചേട്ടാ എനിക്ക് പറ്റൂല എന്ന് പറയരുതാ. വെയിറ്റ് അധികമാണെങ്കിൽ അത് നമ്മുടെ റഫീഖല്ല, എങ്ങനെ പറ്റില്ല എന്ന് പറയും. എന്താ ചെയ്യണം? അമൽഖാനെ വിളിക്കണോ? അമൽഖാനെ വിളിച്ചോ? വന്നാ ചൊറയാവോ? ഇല്ല, ഭയങ്കര ഉപദേശമായിരിക്കും. അതാ ഒരു ഇത്. സാറിലടാ, എന്തായാലും വിളിച്ചോ, ഒന്ന് വന്നിട്ട് അങ്ങ് പോട്ടെ. അല്ല കുഞ്ഞു ഇത് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ? ഇല്ല, കുറച്ചും കൂടി ബാക്കിയുണ്ട്. താങ്കൾ കൊള്ളണ്ടെങ്കിൽ ഇതൊക്കെ എന്താ ഇവിടെ ഇത് വെച്ചിട്ടില്ലല്ലോ? അത് നമ്മുടെ റഫീഖാടെ ഇപ്പൊ കൊണ്ടുതന്ന ഇവക്ക് സമയം വെക്കാം. ഇപ്പൊ ഇത് ആക്കിയിട്ട് നിങ്ങൾ ഇരിക്കേ. അല്ല മോനെ, ഇതൊരു വലിയ കെട്ടാണല്ലോ. അല്ല, ഇത് തുറന്നു നോക്കിയിട്ടല്ലേ പാക്ക് ചെയ്ത്? തുറന്നു നോക്കി വെച്ചല്ലേ? അവർക്ക് നമ്മുടെ റഫീഖാടെ സാധനം, നമ്മളത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആ കേസ് വിട്ടേരെ. റൂഫെ, ഞാൻ ഞാൻ പറഞ്ഞു. ബാക്കി നിന്റെ ഇഷ്ടം. നീയാ പോകുന്നത്. കുടുങ്ങാണെ നീ തന്നെ കുടുങ്ങണ്ടേ. ഞാൻ പറഞ്ഞു, അത്ര തന്നെ. ഞാൻ ഇറങ്ങുന്നു. എന്താ നേരത്തെ ചെറിയ പരിപാടി ഉണ്ട്. ഓക്കെ, യാത്ര ഹേലാക്കട്ടെ. എന്തായാലും ഒക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, ഓക്കെ. ഇങ്ങോട്ട് കിടന്നിക്കാ. മുപ്പര് പറഞ്ഞാലേ എനിക്ക് കെട്ടൊന്ന് കഴിച്ചു വെക്കരുതാ. എന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ഏതായാലും എന്റെ കെട്ടിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കോ. പിന്നെ ആ കെട്ടും കൂടെ അയച്ചു ഇനി അവരെന്തെങ്കിലും വിചാരിക്കൂലേ? എടാ, അവര് വിചാരിക്കുന്നത് നമ്മൾ നോക്കണ്ടേ? എന്റെ പറ്റിയ നമ്മൾ അനുഭവിക്കണ്ടേ? ഷാഫിയെ, ഞാൻ തുറന്നു നോക്കിയാ. വലൈക്കും അസ്സലാം. ആറോഫേ, ഇല്ല പോയിട്ടില്ല. വണ്ടി കയറിയിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നോക്കാം. വരണ? ഇപ്പൊ വരണോ? ശരി, വരാം. ഓക്കെ. എന്താ പ്രശ്നം? എന്താ വെച്ചേ? ഒരു മിനിറ്റ്. നമ്പർ നോക്കറ ഇപ്പൊ വിളിച്ചപ്പോ കോണ്ടാക്ട് ചെയ്തപ്പം അറിയില്ലെന്ന് പറയുന്ന സംഭവം തന്നെ. ഇത് ഞാൻ നിന്നോട് അന്നേരം പറഞ്ഞു പോയതാ. അയച്ചു നോക്കാം. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങള് കണ്ടതും കേട്ടതും കൊണ്ടാ നിന്നോട് അത് അയച്ചു നോക്കാൻ പറഞ്ഞത്. നമ്മളിത് ഇത്ര അല്ല, നീ അപ്പൊ അത് വളരെ ലാഘവത്തോട് വിട്ടു. നീ എന്താ പറഞ്ഞത് എനിക്ക് തന്നെ അറിയാലോ അല്ലേ? എന്തായാലും കഴിച്ചില്ലായി. തപ്പ് കാത്ത്. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. കാരണം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞാനും എല്ലാവരും പോകാനുണ്ട്. പലരും പോകാൻ കിടക്കുന്നു. ഇങ്ങനെ ഒരുപാട് കെട്ടിണിയും വരും. പല കോലത്തിൽ പല നിറത്തിൽ വരും. അപ്പൊ ഇതൊക്കെ എന്താക്കണം? നമ്മള് ആരാ കൊണ്ടുതരുന്നത്? ബന്ധോ ഇതൊന്നും നോക്കിയിട്ടില്ല. കെട്ടുമുണ്ടോന്ന് അയച്ചു നോക്കുക. എന്തെങ്കിലും സംഭവം ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ എടുത്ത് കളിയാ വെക്കുക. അത് പറയാനുള്ള ധൈര്യം നമുക്ക് വേണം.
ആരെന്ത് വിചാരിക്കുന്നുള്ള യാതൊരു ഇതും നോക്കണ്ട, തുറന്ന് പറയാ. അത് തെറ്റിയാലും വേണ്ടിയില്ല, ഒന്നാക്കിയാലും വേണ്ടിയില്ല. വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യ്, അത് ഒഴിവാക്കിയിട്ട് ബാക്കി പെട്ടി വേഗം കിട്ടിക്കടാ. സമയായി, എയർപോർട്ടിലേക്ക് പെട്ടെന്ന് വിട്ടോ. ഫിയാസെ ഒന്ന് പെട്ടെന്ന് നോക്ക്. റാഫിയ, എനിക്ക് അർജന്റ് പോകണ്ട്. ഓക്കെ.